ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 SS-ൻ്റെ 13th ചാപ്റ്റർ ദ വാല്യൂ ഓഫ് വർക്ക് എന്ന് പറയുന്ന ലെസണാണ്. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ജോലിയുടെ മഹത്വത്തെക്കുറിച്ചാണ്. പലതരത്തിലുള്ള ജോലികളുണ്ട്. ആ ജോലികളുടെ മഹത്വം അല്ലെങ്കിൽ ആ ജോലികളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് മുന്നേ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്, നോക്കാം നമുക്ക്. വെൻ യു ആർ ഡൂയിങ് എനി വർക്ക്, ഡു നോട്ട് തിങ്ക് ഓഫ് എനിത്തിങ് ബിയോണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ ഒരിക്കലും നമ്മൾ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത്. ഡു ഇറ്റ് ആസ് എ വർഷിപ്പ്, ആസ് ദ ഹയസ്റ്റ് വർഷിപ്പ്, ആൻഡ് ഡിവോട്ട് യുവർ ഹോൾ ലൈഫ് ഇറ്റ് ഫോർ ദ ടൈം ബീയിങ്. നമ്മൾ എത്ര നാൾ ഈ ജോലി ചെയ്യുന്നു അത്രയും നാൾ ഇതൊരു വർഷിപ്പായിട്ട് കരുതുക. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ആരാധനയായിട്ട് കാണുക. അതായത് നമ്മൾ ദൈവത്തിനെ അല്ലെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന പോലെയാണ്. അതാണ് നമ്മൾ വർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മൾ ആ ജോലി ഒരു പ്രാർത്ഥന അല്ലെ ആരാധനയായി കണ്ട് അത് നമ്മൾ ചെയ്യുന്നത്ര കാലം അത്രയും അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. ഈ ലെസണിൽ എന്തൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് പീപ്പിൾ എൻഗേജ് ഇൻ. ആൾക്കാർ ഏത് രീതിയിലുള്ള ജോലികളിലൊക്കെയാണ് ഏർപ്പെട്ടിരിക്കുന്നത്. വാട്ട് ഈസ് ദെയർ കോൺട്രിബ്യൂഷൻ ടു എവറിഡേ ലൈഫ്സ്. എല്ലാ ദിവസങ്ങളിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് എത്ര കണ്ട് സംഭാവനകൾ ഇവർ നമ്മൾക്ക് തരുന്നുണ്ട്. നോക്കാം നമുക്ക്. Anu and Kabir were playing in a park when they saw their neighbor Geeta aunty getting out of the taxi. She was returning home from work and was in her uniform. A pilot in the Indian Air Force, she is the pride of that whole town. അപ്പോൾ അനുവും കബീറും കൂടെ പാർക്കിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗീത ആൻറ്റി എങ്ങോട്ട് വന്നു. ഗീത ആൻറ്റി യൂണിഫോമിലായിരുന്നു. അത് എന്തിൻ്റെ യൂണിഫോം ആയിരുന്നു? ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പൈലറ്റായിരുന്നു ഗീത ആൻറ്റി. അപ്പോൾ ഗീത ആൻറ്റി എന്ന് പറയുന്ന ആൾ ആ ടൗണിൻ്റെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ, പ്രൈഡ്, അഭിമാനമായിരുന്നു. നമുക്കറിയാലോ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പൈലറ്റ് എന്നൊക്കെ പറയുമ്പോൾ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഉന്നത പദവിയുള്ള ഒരു ജോലിയാണ്. കബീർ, ആൻറ്റീസ് യൂണിഫോം ലുക്ക് എ ലോട്ട് ലൈക്ക് ദ one I saw at your house yesterday, but the color is different. അപ്പം നോക്കിയ കബീറിനോട് നമ്മുടെ അനു പറയാണ്, ഞാൻ ഇതേ യൂണിഫോം ഞാൻ നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇന്നലെ വന്നപ്പം കണ്ടായിരുന്നു, പക്ഷെ കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. അന്നേരം എന്താ കബീർ പറയുന്നത്? ദാറ്റ്സ് യൂണിഫോം ഓൺ ഹാങ്ങർ ബിലോങ്സ് ടു മൈ ഗ്രാൻഡ് ഫാദർ. ഹി റിട്ടയർഡ് ഫ്രം ദ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആൻഡ് നൗ സ്പെൻഡ് ഹിസ് ടൈം. ആ യൂണിഫോം ആരുടെയാണെന്നറിയാമോ? എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ആയിരുന്നു. അദ്ദേഹം എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അതായത് BSFിലായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ ജോലി ചെയ്തിരുന്നത്. അദ്ദേഹം ഇപ്പോൾ റിട്ടയർഡായി. ഇപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. പ്രൊവൈഡിങ് ഫ്രീ ജോഗ്രഫി ക്ലാസ്സസ് ടു ദ നെയ്ബർഹുഡ് കിഡ്സ്. നമ്മുടെ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ജോഗ്രഫി ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ടെൻഡിങ് ടു അവർ വെജിറ്റബിൾ ഗാർഡൻ, ഞങ്ങളുടെ വെജിറ്റബിൾ ഗാർഡനൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. റണ്ണിങ് ഇറൻഡ്സ് ഫോർ ദ വീട്ടിലേക്ക് വരേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം റിട്ടയർ ആണെങ്കിലും ശരി വളരെ നന്നായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നോക്കിയേ, മൈ പാരൻസ് റൺ എ ഷോപ്പ് ദാറ്റ് സെൽസ് യൂണിഫോം ആൻഡ് അതർ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്. എൻ്റെ പേരൻസിനൊരു ഷോപ്പാണ് ഉള്ളത്, ടെക്സ്റ്റൈൽ ഷോപ്പ്. അവിടെ റെഡിമെയ്ഡ് ഡ്രസ്സസും യൂണിഫോമും ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പ ലീവ്സ് ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് മാ ജോയിനിങ് ഹിം ഇൻ ദ ഷോപ്പ് ആഫ്റ്റർ വി ലീവ് ഫോർ സ്കൂൾ. സ്കൂളിലേക്ക് ഞങ്ങൾ പോയി കഴിയുമ്പോൾ അമ്മ കടയിലേക്ക് പോകും, രാവിലെ തന്നെ പപ്പായും പോവും. മൈ ഈസ് യൂഷ്വലി ബാക്ക് ബൈ ദ ടൈം റിട്ടേണിങ് ഹോം. പിന്നെ അതുപോലെ ഞങ്ങൾ വീട്ടിൽ വരുന്ന സമയത്തേക്ക് അമ്മ തിരിച്ച് വരികയും ചെയ്തു. ഷി ഓൾസോ കൺട്രിബ്യൂട്ട് ടു എ വോളണ്ടറി ഗ്രൂപ്പ് ദാറ്റ് ടീച്ചേഴ്സ് നിറ്റിംഗ് ഇൻ ദ വുമൺ ഇൻ ദ കമ്മ്യൂണിറ്റി. സമൂഹത്തിലുള്ള സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു തയ്യൽ കേന്ദ്രം, തയ്യൽ പഠിപ്പിക്കുന്ന കേന്ദ്രവും കൂടെ എൻ്റെ അമ്മ നടത്തുന്നുണ്ട്. ഡു യു റിമെമ്പർ മൈ എൽഡർ ബ്രദർ റോഹൻ? ചോദിക്കാൻ എൻ്റെ ബ്രദറിനെ എന്നൊക്കെ ഓർമ്മയുണ്ടോ മൂത്തത്? അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം എന്നെ സ്കൂളിൽ നിന്ന് പിക്കപ്പ് ചെയ്യാനൊക്കെ വരുമായിരുന്നു. അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അദ്ദേഹം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്? വീക്കെൻഡ്സിൽ എന്ത് ചെയ്തു? കമ്പ്യൂട്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിനാണ്?
ഒരു യൂത്ത് തൊട്ടടുത്ത കോളേജുകളിലെ യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമായിട്ട് അവിടെയുള്ള കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വാവ് അനു, എവരി വൺ അറൗണ്ട് us does so many things every day. നോക്കിയേ, നമുക്ക് ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും, എന്തുമാത്രം ആൾക്കാരാണ് ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തിൽ ഈ നമ്മളീ പറഞ്ഞ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിൻ്റെ പേരും അവർ എന്തിലൊക്കെയാണ് ഇടപെട്ടിട്ടുള്ളത്, അല്ല അവരുടെ ജോലി എന്തൊക്കെയാണെന്നും എഴുതാനുള്ള കോളാണ്. അപ്പോൾ അത് വായിച്ച് നോക്കി കൃത്യമായിട്ട് എഴുതുക കേട്ടോ. Different type of activities like one discussed above are divided into two groups, economic activities and non-economic activities. ഇനി നമ്മൾ ഇപ്പോൾ കണ്ട പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് അല്ലെ ജോലികളുണ്ട്. അത് രണ്ട് തരത്തിലാണ് പറയുന്നത്. വൺ ഈസ് എക്കണോമിക്, മറ്റേത് നോൺ എക്കണോമിക്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദോസ് ദാറ്റ് ഇൻവോൾവ് മണി ഓർ ആർ പെർഫോംഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ മണി or money worth for the parties involved. For example, a business person selling school bags in the market, a farmer selling produce in the market, a lawyer arguing a case and earning a fee, a truck driver transporting goods from one place to another, workers employed in a car manufacturing factory. അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്താണ്? അതായത് പൈസ കിട്ടുന്ന എല്ലാ ജോലികളും. അതായത് ഒരു ഫാർമർ തൻ്റെ സാധനങ്ങൾ വിൽക്കുമ്പോൾ, ഒരു ലോയർ ഫീസ് വാങ്ങിച്ചുകൊണ്ട് വാദിക്കുമ്പോൾ, പിന്നെ അതുപോലെ എന്താണ്, ഡ്രൈവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുമ്പം കിട്ടുന്ന ശമ്പളം, അങ്ങനെ കാർ മാനുഫാക്ചറിങ് ഫാക്ടറിയിലോ ഉള്ള ആൾക്കാർ. ഇപ്പം ഇവരൊക്കെ പൈസ കിട്ടുന്നവർ, ആ ജോലിക്കൊക്കെ പൈസ കിട്ടുന്നതാണ്. മണി വർത്ത് എന്ന് പറഞ്ഞാൽ പണത്തിന് മൂല്യം. പണത്തിന് മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക മൂല്യം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു നമുക്ക് പ്രതിഫലം കിട്ടുന്നു, അതാണ് ഏറ്റവും എളുപ്പമുള്ള പറച്ചിൽ. നമുക്ക് സാലറി അല്ലെങ്കിൽ പ്രതിഫലം കിട്ടുന്നു എന്ന് പറയാം. ഇനി നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയാം. ആർ ദോസ് ഡു നോട്ട് ജനറേറ്റ് ഇൻകം ഓർ വർത്ത്. അപ്പോൾ എന്ന് നോക്കി, ഇത് നമ്മൾ എന്താണ് പറഞ്ഞത്? ഇക്കണോമിക് ആക്ടിവിറ്റീസാണ്. എന്താണ്? പണം കിട്ടുന്നത്, അല്ലെ ശമ്പളം കിട്ടുന്നത്. നോൺ എക്കണോമിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ശമ്പളം ഒന്നും കിട്ടുന്നില്ല. നോക്കാം നമുക്ക്. ഈ ഇത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതായത് എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബിസിനസ് പേഴ്സൺ സെല്ലിംഗ് സ്കൂൾ ബാഗ്, ഫാർമർ സെല്ലിംഗ് ദ ഹാർവസ്റ്റ് ഇൻ ദ മാർക്കറ്റ്, ലോയർ ആർഗ്യൂയിങ് ദ കേസ്, ട്രക്ക് ഡ്രൈവർ ട്രാൻസ്പോർട്ടിങ് ഗുഡ്സ്, വർക്കേഴ്സ് എംപ്ലോയിങ്. ഇതൊക്കെ നമ്മൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, അതായത് ശമ്പളം കിട്ടുന്നത് എന്നർത്ഥത്തിൽ വരുന്ന ജോലികളാണ്. ഇനി നമ്മൾ നോക്കി നോൺ എക്കണോമിക് ആയിട്ടുള്ള, അതായത് ശമ്പളമൊന്നും കിട്ടുന്നില്ല. Love, care and respect. For instance, parents cooking food for the family, helping their children with homework, youth taking care of grandparents, family members. നോക്കിയേ, ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ ഫാമിലി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നോൺ ഇക്കണോമിക്കാണ്. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നു, പേരൻസ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, ഗ്രാൻഡ് പേരൻസിനെ നമ്മൾ നോക്കുന്നു. ഇതൊന്നും ഇക്കണോമിക്കല്ല. നമുക്ക് ആരും ശമ്പളം തരുന്നില്ല. അമ്മയ്ക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ടോ ഫുഡ് വെച്ച് തരുന്നതിന്? ഇല്ലല്ലോ. പപ്പയ്ക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ടോ നമ്മളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതിന്? ഇല്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. In Anu and Kabir's story, Geeta Aunty, the Air Force pilot, receives a salary. She serves the country and performs an economic activity too. Anu's brother Rohan works for the software company and gives a salary for it. Over the weekend, he also volunteers a youth development program. നോക്കിയേ, ഇവിടെ നമ്മൾ പറഞ്ഞ ഗീത ആൻറ്റിക്ക് ശമ്പളം കിട്ടുന്നുണ്ട് എയർഫോഴ്സിൽ നിന്ന്. അതിന് പുറമേ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കൺട്രിയെ സേവിക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്തെ സേവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതൊരു രണ്ടാമത്തേതൊരു നോൺ എക്കണോമിക്കാണ്. അതുപോലെ ബ്രദർ റോഹൻ സാലറി വാങ്ങിച്ചുകൊണ്ടാണ് ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നത്. പക്ഷേ യൂത്ത് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യൂത്ത് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത്, അതായത് അടുത്തുള്ള കോളേജിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ശമ്പളമില്ലാതെ അല്ലെങ്കിൽ ശമ്പളം വാങ്ങിക്കാതെയാണ്. അതപ്പം നോൺ എക്കണോമിക് ആക്ടിവിറ്റീസാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി, നോൺ എക്കണോമിക് എന്ന്.
when Kabir's grandfather voluntarily teaches the neighborhood kids for free. Is that economic activity or non-economic? Definitely it is a non-economic activity. അല്ലേ? Then how is different from your teachers teaching in your school? നമ്മൾ സ്കൂളിൽ ടീച്ചേഴ്സ് എങ്ങനെയാണ് ശമ്പളം വാങ്ങിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ? അതപ്പോൾ എന്താണ്? അത് ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്, എക്കണോമിക് ആക്ടിവിറ്റി. പക്ഷേ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത് നോൺ എക്കണോമിക് ആണ്. വാട്ട് ആർ സം നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ടു യു ആൻഡ് യുവർ ഫാമിലി? അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് പേരൻസ് ഫുഡ് ഉണ്ടാക്കി തരുന്നത്, പേരൻസ് നമ്മളെ സ്കൂളിൽ കൊണ്ടുവിടുന്നത്, നമ്മൾ ഗ്രാൻഡ് പേരൻസിനെ നോക്കുന്നത്, പിന്നെ നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കുന്നത്, ഇതൊക്കെ നോൺ എക്കണോമിക് ആണ്. ടൈപ്പ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. കാവ്യ വാസ് എക്സൈറ്റഡ് ടു ഗോ to her aunt's house in the village of Kamlapur. On the way, she saw that a highway was being built near the village, and the construction site was abuzz with activity. Large machines such as excavators and bulldozers were being operated in dedicated technicians. നോക്കി ഇനിയും കുറച്ച് ഇക്കണോമിക് ആക്ടിവിറ്റീസ് പല ടൈപ്പ് ഉണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. കാവ്യ അപ്പം ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പം അടുത്ത വില്ലേജിലാണ്. അപ്പോൾ ഒരു ഹൈവേ പണിയുന്നുണ്ട്. അപ്പോൾ ആ ഹൈവേ പണിയുന്നതിന് വേണ്ടിയിട്ട് ബുൾഡോസറും അതെല്ലാം മെഷീൻസ് എല്ലാം കൊണ്ടുവന്ന് വഴി നിറച്ചിട്ടേക്കുവാണ്. ദാറ്റ് മീൻസ് ഭയങ്കര തിരക്കായിട്ടിരിക്കുകയാണ്. നല്ല ടെക്നീഷ്യൻസ് ഇത് വർക്ക് ചെയ്യുന്നുമുണ്ട്. The new highway promised to reduce the travel time to the nearest town from 5 hours to just 2 hours. 5 മണിക്കൂർ യാത്ര ചെയ്യുന്ന സ്ഥലം അല്ലെ ദൂരം 2 മണിക്കൂറാവും ഈ ഹൈവേ വന്നു കഴിഞ്ഞാൽ. Kavya thought that she would be able to visit her aunt more often once a highway was ready. ഹൈവേ റെഡി ആയി കഴിയുമ്പോൾ ആൻറ്റിയുടെ അടുത്ത് എപ്പോഴും പോകാമെന്നാണ് അവൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. സിൻസ് ഇറ്റ് വുഡ് take less time to travel. Happy with this thought, Kavya ran to greet her aunt and eat delicious jalebis she had made. ആൻറ്റി എന്ത് ചെയ്തിരിക്കുന്നു? ധാരാളം ജിലേബി ഉണ്ടാക്കിയിരുന്നു. അത് കഴിക്കാൻ വേണ്ടി അവൾ ഓടിച്ചെന്നു. And they were joined by Kavya's uncle who had just returned home from work. He is a technician in the construction company and operates a bulldozer. He receives monthly salary for his services. ഈ അങ്കിള്, അതായത് കാവ്യയുടെ അങ്കിള് അവിടെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ബുൾഡോസർ ഓടിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ട്? സാലറി കിട്ടുന്നുണ്ട്. ദ നെക്സ്റ്റ് ഡേ കാവ്യ ഓൺ വോക്ക് അപ്പ് early and finished her share of household chores and left for work. She employed as a village post office and is paid monthly salary. ആൻറ്റി പിറ്റേ ദിവസം പെട്ടെന്ന് തന്നെ എല്ലാ ജോലിയും ഒതുക്കിയിട്ട് പുള്ളിക്കാരുടെ ജോലിക്ക് പോയി. എന്താ പുള്ളിക്കാരുടെ ജോലി? പോസ്റ്റ് ഓഫീസിലാണ്. അന്നേരം ആ പോസ്റ്റ് ഓഫീസിലാവുമ്പം ആ ആൻറ്റിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ശമ്പളം കിട്ടുന്നുണ്ട്. നമുക്ക് ജിലേബി കാവ്യയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന് ശമ്പളം ഉണ്ടോ? ഇല്ല. In the evening after her office work, she also conducted online classes to help the students prepare for school exams. She charges a weekly fee for these classes. ഇനി നോക്കി, ഈ ആൻറ്റി വൈകിട്ട് വന്നിട്ട് ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാറുണ്ട് കുട്ടികൾ, വീക്കായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ആഴ്ചയിൽ കുറച്ച് ഫീസ് പുള്ളിക്കാരി വാങ്ങിക്കുന്നുണ്ട്. ഓൺ ദ വീക്കെൻഡ് കാവ്യ വിസിറ്റഡ് ദ ലോക്കൽ മാംഗോ ഓർച്ചാർഡ് വിത്ത് ഹെർ ആൻഡ് ടു ഹാവ് സം ഡെലീഷ്യസ് മാംഗോസ്. തൊട്ടടുത്തുള്ള ഒരു നമ്മുടെ മാമ്പഴത്തിൻ്റെ തോട്ടമുണ്ട്. അവിടെ പോയി കുറച്ച് മാങ്ങ കഴിക്കാമെന്ന് അവൾ വിചാരിച്ചു. There she saw Sahil, a farm laborer who was using a tractor to till a farmer's land nearby. He earns a daily wage of the effort. അന്നേരമാണ് അവൾ ഈ ആളെ കാണുന്നത്. ഈ ഇദ്ദേഹം എന്താണ്, തൊട്ടടുത്തുള്ള പറമ്പെല്ലാം എന്താണ് ട്രാക്ടർ ഉപയോഗിച്ച് കിളക്കിയാണ്. ഇദ്ദേഹത്തിന് ഡെയിലി കുറച്ച് പൈസ പേയ്മെൻ്റായിട്ട് കിട്ടുന്നുണ്ട്. The remaining part of the payment in the form of mangoes of equal value. ഇനി ഈ പൈസ കൂടാതെ മാംഗോസും കൊടുക്കാറുണ്ട്. The mangoes that has received as part of the work called payment in kind. ഇനി നോക്കിയേ, ഇവിടെ പൈസ മാത്രമല്ല അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടുന്നത്, പിന്നെ എന്താണ്, മാംഗോയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 രീതിയിലാണ്, ശമ്പളമായിട്ടും കിട്ടുന്നുണ്ട്, പിന്നെന്താണ്, മാംഗോ ആയിട്ട്. അപ്പം ഈ മാംഗോ ആയിട്ട് കിട്ടുന്ന ശമ്പളത്തിന് നമ്മൾ പറയുന്നത് പേയ്മെൻറ്റ് ഇൻ കൈൻഡ് എന്നാണ്.
On your way from home to school today, can you recall various economic activities the people is engaged in? നിങ്ങൾ സ്കൂളിൽ നിന്ന് തിരിച്ച് പോകുമ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് തീർച്ചയായിട്ടും അല്ലേ. ശമ്പളം കിട്ടുന്ന എല്ലാ ജോലികളും എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ഇൻ ദാറ്റ് വേ ഡു യു തിങ്ക് ദോസ് പീപ്പിൾ ആർ പെയ്ഡ്? ഇനിയും എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുന്ന എല്ലാവർക്കും എന്ത് കിട്ടുന്നുണ്ട്? ശമ്പളം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. As we now understand, economic activities are those that have value in terms of money. Economic activities also add a value at each stage of the process of transforming something into another form. It is called value addition. നോക്കിയേ, ഇനി എക്കണോമിക് ആക്ടിവിറ്റീസിന് ശമ്പളം പൈസ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ എക്കണോമിക് ഓൾസോ ആഡ് വാല്യൂ ഓഫ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് സംതിങ് ഇൻ ടു അനദർ ഫോം. ഇനി വേറെ ഏതെങ്കിലും രീതിയിലും നമുക്ക് ഈ ഫീസ് അല്ലെങ്കിൽ ഈ വേജസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വാല്യൂ അഡീഷൻ എന്നൊരു വേർഡാണ് പറയുന്നത്. ലെറ്റ് us take this example, Kavya's father Rajesh, to understand this. നോക്കിയ രാജേഷ് എന്താ ചെയ്യുന്നത്? രാജേഷ് ഇസ് എ കാർപ്പൻ്റർ. അദ്ദേഹം ഒരു കാർപ്പൻ്ററാണ്. അദ്ദേഹം തൊട്ടടുത്ത മാർക്കറ്റിൽ നിന്ന് 600 രൂപയ്ക്ക് കുറച്ച് തടി വാങ്ങിച്ചു. ഹി യൂസസ് സ്പെഷ്യൽ ടൂൾസ് ആൻഡ് അതർ മെറ്റീരിയൽസ് ടു ബിൽഡിംഗ് ദ ഫർണിച്ചർ. എന്നിട്ട് അദ്ദേഹം ഫർണിച്ചർ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ചെയർ 1000 രൂപയ്ക്ക് തൊട്ടടുത്ത മാർക്കറ്റിൽ വിൽക്കുന്നു. അപ്പം നോക്കി, 600 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സാധനം 1000 രൂപയ്ക്കാണ് അദ്ദേഹം വിറ്റത്. അപ്പം 400 രൂപ എന്താണ്? അദ്ദേഹത്തിന് ലാഭം കിട്ടി. ഇറ്റ് ഈസ് എ മോണിറ്ററി വാല്യൂ ഓഫ് രാജേഷ് സ്കിൽ, ടൈം ആൻഡ് എഫേർട്ട് വിച്ച് വെൻറ്റ് ഇൻ ടു ദ മേക്കിംഗ് ദാറ്റ് ദ ചെയർ. ഈ 400 രൂപ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക മൂല്യമാണ്, മോണിറ്ററി വാല്യൂ ആണ്, പണമൂല്യം. ആ പൈസ 400 രൂപ അദ്ദേഹത്തിൻ്റെ കഴിവിന് കിട്ടിയതാണ് അല്ലേ, ആ ചെയർ ഉണ്ടാക്കുന്ന കഴിവിന്. വിച്ച് വെൻ ടു മേക്കിംഗ് ദാറ്റ് ചെയർ. രാജേഷ് ഹാഡ് ആഡഡ് വാല്യൂ ടു ദ വുഡ് ബൈ ടേണിങ് ഇറ്റ് ഇൻ ടു ഫർണിച്ചർ. കണ്ടോ, ഇതാണ് വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ വാല്യൂ അഡീഷൻ ഈ വേർഡ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ചാണ്. അപ്പോൾ ഈ വാല്യൂ അഡീഷൻ എന്ന വാക്കാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഫ്രം ബൈങ് ദ വുഡ് ടു സെല്ലിങ് ദ ചെയർ, ദീസ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് പേയ്മെൻറ്റ്. ദേ ആർ ദെയർഫോർ എ പാർട്ട് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ സാധനം വാങ്ങുന്നത്, പിന്നെ അത് ഉണ്ടാക്കുന്നത് അല്ലേ, തടി വാങ്ങിച്ചു, അത് പിന്നെ ചെയറാക്കി, ചെയറിനെ വിറ്റു. ഇതെല്ലാം ഇക്കണോമിക് ആക്ടിവിറ്റീസാണ്. ഇനി നിങ്ങൾക്ക് എക്കണോമിക്കും നോൺ എക്കണോമിക്കുമായിട്ടുള്ള ആക്ടിവിറ്റീസ് തരംതിരിക്കാനാണ്. ബേക്കർ ശമ്പളം കിട്ടുന്ന, ടൈലർ ശമ്പളം കിട്ടുന്നതാണ് അല്ലേ. പിന്നെ നോക്കി, മൂന്നാമത് ഫാർമേഴ്സ് റിപ്പയറിങ് ദെയർ ട്രാക്ടർ. ട്രാക്ടർ സ്വന്തം ട്രാക്ടറാണ്, അതിന് ചെറിയ കേട് വന്നാൽ റിപ്പയർ ചെയ്താൽ നമുക്ക് പൈസ ഒന്നും കിട്ടത്തില്ല അല്ലേ. ഡോക്ടറിൻ്റെ പൈസ കിട്ടുന്നുണ്ട്. പേരൻസ് കുക്കിംഗ് ഡിന്നർ, ഇല്ല, നോൺ എക്കണോമിക് ആണത്. സയൻറ്റിസ്റ്റിന് പൈസ കിട്ടുന്നുണ്ട്. പേഴ്സൺ ടേക്കിംഗ് കെയർ ഓഫ് സിക്ക് ഗ്രാൻഡ് പേരൻസ്, നമ്മുടെ വീട്ടിലെ മുത്തശ്ശനെയും മുത്തശ്ശിയെ നമ്മൾ നോക്കിയാൽ നമുക്ക് ആരെങ്കിലും ശമ്പളം തരുമോ? ഇല്ല, അത് നോൺ എക്കണോമിക് ആണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇനിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് കേട്ടോ. While non-economic activities may not involve money, the value they generate is important in our life. ഇത് എന്താണ്? നമ്മുടെ ലൈഫിനുണ്ടാകുന്ന ഒരു വാല്യൂ ആണ് നോൺ എക്കണോമിക് എന്ന് പറയുന്നത്. അതായത് സേവ, സെൽഫ്ലെസ് വർക്ക്. We see seva in many places such as temples, gurudwaras, mosques, churches. For instance, langas or community kitchen at gurudwara serve food in every visitors for free. These practices foster a sense of satisfaction and gratitude. നമുക്ക് പറയുന്നത് ലങ്കാറിനെ കുറിച്ച്. ലങ്കാർ എന്ന് പറയുന്നത് ഗുരുദ്വാരകളിൽ നിന്ന് നടക്കുന്ന കമ്മ്യൂണിറ്റി ഫീസ്റ്റാണ്. അതായത് സമൂഹ സദ്യ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് തന്നെ. അപ്പോൾ ആ ഗുരുദ്വാരകളിൽ എത്ര ആൾക്കാർ വന്നാലും അവർക്കെല്ലാം ഫ്രീ ആയിട്ട് അവർ ഫുഡ് കൊടുക്കാറുണ്ട്. ആൻഡ് ഇതിനുള്ള പണം അവരെന്താ ചെയ്യുന്നത്? സൊസൈറ്റി തന്നെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ പല അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ഇങ്ങനെ കമ്മ്യൂണിറ്റി ഫീസ്റ്റ് നടത്താറുണ്ട് അല്ലേ. ദ സ്ട്രെങ്ത് ഓഫ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. The Swachh Bharat Abhiyan is based on the collective effort of all Indian citizens keep our surroundings clean. നമ്മുടെ സറൗണ്ടിങ്സ് ക്ലീൻ ആയി സൂക്ഷിക്കുക എന്നതാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ്റെ ലക്ഷ്യം. ഇൻഡിവിജ്വലി വി കീപ്പ് അവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ. നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുക. പീപ്പിൾ ഹാവ് ഓൾസോ കം ടുഗദർ ടു ക്ലീൻ അപ്പ് ദ സ്ട്രീറ്റ്സ്, റോഡ്, പാർക്ക്, പബ്ലിക് പ്ലേസസ്, കമ്മ്യൂണിറ്റി ഏരിയാസ്. ഈ
പൊതുസ്ഥലങ്ങളെല്ലാം നമ്മൾ വൃത്തിയാക്കുന്ന രീതിയും ഇതിലുണ്ട്. ഏത് സ്വച്ഛ ഭാരത് അഭിയാനിൽ ഉണ്ട്. Together, these efforts led to clean home, neighborhood, society and nation. Another example of collective community participation is celebration of വനമഹോത്സവം. വനമഹോത്സവത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. നമ്മൾ എന്താ പറയുന്നത്, പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം വനമഹോത്സവം നടത്തുന്നത്. അതായത് വനങ്ങൾ വെച്ച് പിടിക്കുക, അതായത് ചെടികൾ വെച്ച് പിടിപ്പിക്കുക. In India, to promote awareness about the value of trees and conservation of forests, the initiative bring together the members of the committee for free plantation drives. നമുക്കറിയാം സ്കൂളുകളിലൊക്കെ പരിസ്ഥിതി ദിനത്തെ ബേസ് ചെയ്തിട്ട് ഈ ജൂൺ 5 പരിസ്ഥിതി ദിനത്തെ ബേസ് ചെയ്തിട്ടുള്ള ധാരാളം ചെടികൾ വരാറുണ്ട് അല്ലേ. നമുക്കൊക്കെ അത് കിട്ടി, നമ്മൾ എല്ലാ വർഷവും അതുകൊണ്ട് നടാറുമുണ്ട്. പക്ഷെ നടുന്നത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. Many communities in India have similar practices that involve community participation. Can you identify a few from your area? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കമ്മ്യൂണിറ്റി ഫീസ്റ്റ് പലതരത്തിലുണ്ടല്ലേ. And we celebrate many festivals in India. During these festivals, people gather and organize all the various activities. They decorate the places and together and share the food for the cook. And these non-economic activities? Definitely these activities are non-economic അല്ലേ. നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ശമ്പളമൊന്നും വാങ്ങിക്കാതെ ഇതുപോലെ സേവനം നടത്തുന്നതൊക്കെ നോൺ എക്കണോമിക് ആണ്. Can you identify community program that have been undertaken in the school in your locality? നമ്മൾ സ്കൂളിൽ നിന്ന് ചെയ്യുന്ന ഇതുപോലത്തുള്ള കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ചില സ്കൂളുകളിൽ നിന്നൊക്കെ ഹോസ്പിറ്റൽസ് ക്ലീൻ ചെയ്യുന്നുണ്ട് അല്ലേ. ഹോസ്പിറ്റൽസ് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെയുള്ള പാർക്കുകൾ, ഗ്രൗണ്ടുകൾ, ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ നിന്ന് ചെയ്യുന്നുണ്ട്. നമ്മൾ ലെസൺ ഇവിടെ തീരുക കേട്ടോ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് കാണാം. ഓക്കെ, ബൈ.